പോലും ബോറടിച്ചില്ല സിനിമ. കുറച്ച് നാൾക്ക് ശേഷം ഒരു നല്ല സിനിമ കണ്ട ഫീൽ. ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് വന്നുകൊണ്ട് എനിക്കൊരു കണ്ണൂർ സ്കോഡൊക്കെ ആ ഒരു വൈബൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗൗതം വാസുദേവ് പറഞ്ഞ മുമ്പത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ജോഷി ഉൾപ്പെടെ നോക്കുമ്പോൾ നല്ലൊരു പടം തന്നെയാണ്. ഭയങ്കരമായ ലെവൽ നമുക്ക് എക്സ്പെക്ടേഷൻ ആ ഒരു റേഞ്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിരാശയുള്ളൂ. അല്ലാതെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മൂവിയൊക്കെ തന്നെയാണ്. പക്ഷേ പിന്നെ മമ്മൂട്ടി ആസ്യൂഷൻ തകർത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഫസ്റ്റ് സൂപ്പറാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് വരെ ഒരു ഇതിലാണ് പോകുന്നത്, ഒരു സ്ലോ പേസ് മൂവി പോലെയാണ് പോകുന്നത്. ഗൗതം മേനോൻ മൂവി വേണ്ട ആ രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഇഷ്ടപ്പെടും. ഒരുപാട് വലിയ മാസും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ എൻ്റെ ഇതിൽ ഡിറ്റക്റ്റീവ് മൂവിയാണ്, ഡിറ്റക്റ്റീവ് അന്വേഷിക്കുന്നതായിട്ടാണ്. അതൊരു പോലീസ് മൂവി ആയിരുന്നെങ്കിൽ, ഒരു പോലീസ് അന്വേഷണമായിട്ടുള്ളതായിരുന്നു, ഒരു മാസ് ഫീൽ ചെയ്തത്. ഇഷ്ടപ്പെട്ടു. മൂവി സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നല്ല എൻഗേജിങ് ആയിരുന്നു. ഒരു കുറച്ച് പോലും ബോറടിച്ചില്ല സിനിമ. കുറച്ച് നാൾക്ക് ശേഷം ഒരു നല്ല സിനിമ കണ്ട ഫീൽ. കോമഡി ഉണ്ട്. ഇത് എന്താ പറയാ, നോർമൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെ അല്ല ഫീൽ ചെയ്തത്. കുറച്ചും കൂടി എനിക്ക് കുറച്ചൊരു വെറൈറ്റി ഫീൽ ചെയ്തു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. നല്ലായിരുന്നു. തികച്ചും ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. അതായത് മമ്മൂട്ടി കമ്പനിയുടെ മറ്റുള്ള പടങ്ങളെല്ലാം കണ്ടാൽ തന്നെ അറിയാം, എന്നും ഒരു വ്യത്യസ്തമായ ഒരു തീം കൊണ്ടുവരുന്ന ഒരു പടമാണ്. പടം പിന്നെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. പടം ലാസ്റ്റ് ഒരു നല്ലൊരു പഞ്ചിങ്ങിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. ഒരു വെറൈറ്റി തന്നെ. കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മൂവിയൊക്കെ തന്നെയാണ്. പക്ഷേ യൂഷ്വൽ ത്രില്ലർ പോലെ മറ്റേ ഭയങ്കര സീരിയസ് മോഡല്ല. ചിരിക്കാനൊക്കെ ഉണ്ട്. ഒരു മിക്സ് ആണ്. ഗോകുൽ സുരേഷ് ആയിട്ടുള്ള കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഗോകുൽ സുരേഷ് മമ്മൂട്ടി ആയിട്ടുള്ള കോംബോ കൊള്ളായിരുന്നു. നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയും. അത് വർക്ക് ആകുന്നുണ്ട്. നല്ല പടം എന്ന് വെച്ചാൽ മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ ചിത്രം. മമ്മൂട്ടി കമ്പനി അറിയാലോ, പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഈ സിനിമയിലും ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടെസ്റ്റൊക്കെയാണ് വരുന്നത്. ജനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു ഹിറ്റ് തന്നെയായിരിക്കും. ഓക്കെ, ഒരു രക്ഷയില്ല. മമ്മൂക്കയെ കാണാൻ വേണ്ടി മാത്രം പടത്തിന് കയറാം. സിനിമ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗൗതം വാസുദേവ് പറഞ്ഞ മുമ്പത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ജോഷി ഉൾപ്പെടെ നോക്കുമ്പോൾ നല്ലൊരു പടം തന്നെയാണ്. ഭയങ്കരമായ ലെവൽ നമുക്ക് എക്സ്പെക്ടേഷൻ ആ ഒരു റേഞ്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിരാശയുള്ളൂ. അല്ലാതെ ഒരു ഫീൽ ഗുഡ് പടം എന്നുള്ള രീതിയിൽ ഒന്ന് കാണാൻ ഓക്കെയാണ്. തമിഴ് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പടങ്ങളുടെ ആ ഒരു ഇത് കളക്ഷനാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലിസ്റ്റൊക്കെ പ്രിഡിക്റ്റബിൾ ആണ്. ഭയങ്കരമായ ലെവലൊന്നുമില്ല, എന്നാലും കണ്ടിരിക്കുക. ഓവറോൾ ഒരു ആവറേജ്. ആ കുഴപ്പമില്ല, കൊള്ളാം. നല്ലൊരു കോമ്പാണ്. കാരണം മമ്മൂക്കയുടെ കൂടെ ആയതുകൊണ്ട് അത് മാനേജ് ചെയ്ത് സൂപ്പറായിട്ട് പോയി. വേറെ ഗൂഗിൾ ഭയങ്കരമായ ലെവലിൽ എല്ലാ പടത്തിൽ കാണുന്ന പോലെ ഒരു ലെവലിൽ തന്നെ. പക്ഷേ മമ്മൂക്കയുടെ കൂടെ ആയതുകൊണ്ട് മമ്മൂക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. എടുത്തു പറയാനായിട്ട് ഗൗതം വാസുദേവ് മൂവി ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ആ ഒരു സിഗ്നേച്ചർ ടൈപ്പ് ഫിലിം ഒന്നും അല്ല, ജസ്റ്റ് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ഒരു ആവറേജ്. സസ്പെൻസ് അടിപൊളിയായിരുന്നു. പിന്നെ മമ്മൂട്ടി ആസ്യൂഷൻ തകർത്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഒക്കെ ഗോകുൽ സുരേഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗോകുൽ സുരേഷ് കുഴപ്പമില്ല. ഭയങ്കര ഇതല്ല, സപ്പോർട്ടിങ് ക്യാരക്ടർ ആണെങ്കിലും കൊള്ളാം. അഭിനയം കൊള്ളാം, കുഴപ്പമില്ല. ശരിക്കും ഗൗതം മേനോൻ കയ്യൊപ്പ് തന്നെയാണ് പടം. ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന മൂവിയാണ്. നമുക്കൊരു ബോറായിട്ട് ഫീൽ ചെയ്യാറില്ല. പിന്നെ എന്തൊക്കെയോ ചെറിയ ഒരു ഡിഫക്ട്സ് പടത്തിലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ മമ്മൂട്ടി പടത്തിൻ്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കുകളൊക്കെ അത്യാവശ്യം ഒരു നമുക്കൊരു നെയ്തുണ്ടായിരുന്നു. എനിക്ക് ടെർബോ തൊട്ട് എന്തോ ഒരു ചെറിയ പുള്ളിക്കാരൻ്റെ ആ ഒരു സെലക്ഷന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഏതൊക്കെയോ പടങ്ങളിലൊക്കെ ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പടത്തിൻ്റെ അകത്ത്. നമുക്കൊരു പുതിയൊരു പരീക്ഷണ ചിത്രം എന്ന രീതിക്ക് എടുക്കാൻ പറ്റുമോ? ഇത് അങ്ങനെ ഒരു പരീക്ഷണ ചിത്രം തന്നെ. ബോറടിച്ചില്ല, നമ്മൾ എൻഗേജ്. പക്ഷെ പതുക്കെ സ്ലോയിലാണ് പോകുന്ന പടം. മമ്മൂക്ക ആസ് യൂഷ്വൽ പുള്ളിക്കാരൻ്റെ റോള് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഗോകുലിന് അത്ര ഒരു ഇത് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നി. ആ ഒരു ക്യാരക്ടറിനെ പറ്റിയ ഒരു ഇതാൻ്റെ ഫീൽ ചെയ്തില്ല. പിന്നെ ഒരു ക്ലൈമാക്സ് അടുപ്പിച്ചിരുന്ന ഒരു ഭാഗം ഒരു പണ്ട് മുമ്പ് കണ്ട ഒരു തമിഴ് പടത്തിൻ്റെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് അങ്ങ് എടുത്ത് ആഡ് ചെയ്ത പോലെ തോന്നി. ടോട്ടലി ജസ്റ്റ് കണ്ടിരിക്കാം. അടിപൊളി പടമാണ്. ഓവറോൾ ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ഹൈപ്പ് വെച്ച് വന്ന അതുകൊണ്ടായിരിക്കും എനിക്ക് എന്തോ ഇടയ്ക്കിടെ കുറേ മിസ്സിങ് പോലൊക്കെ തോന്നി. ഗൗതം മേനോൻ ഫസ്റ്റ് മലയാള പടമല്ലേ, കുഴപ്പമില്ല. ഗൗതം മേനോന്റെ ആദ്യം മലയാള സിനിമയല്ലേ ഗൗതം മേനോന്റെ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് വന്നുകൊണ്ട് എനിക്കൊരു കണ്ണൂർ സ്കോഡൊക്കെ ആ ഒരു വൈബൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. കൊള്ളാം. ഓവറോൾ ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ് പടം.